നമോ നാരായണായ. മഹാഭാഗവതം അധ്യായം 25. ഇന്ന് നമ്മൾ പറയുന്നത് സൈരന്ധ്രി സന്ദർശനത്തെക്കുറിച്ചാണ്. അപ്പോൾ ഭക്തോത്തമനായ ഉദ്ധവർക്ക് സൈരന്ധ്രിയുടെ ഭക്തിയെ കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് കൃഷ്ണൻ തീരുമാനിച്ചു. ഒരു ദിവസം അംബുജനയനൻ പണ്ട് കുബ്ജയായ സൈരന്ധ്രിയോട് പറഞ്ഞ വാക്കുകൾ ഓർമ്മിച്ചു. മധുരാപുരി പട്ടണത്തിന്റെ പ്രാന്തത്തിൽ താമസിക്കുന്ന അവളുടെ ഗൃഹത്തിലേക്ക് മുന്നറിവ് കൂടാതെ മുരഹരി ഉദ്ധവരും ഒരുമിച്ച് അന്ന് കയറിച്ചെന്നു. കോമളഗാത്രനായ ശ്യാമളവർണ്ണനെ കണ്ട് ആ കാമിനീമണി ഭക്തിയോടും മന്ദാക്ഷഭാവത്തോടും കൂടി അദ്ദേഹത്തെ എതിരേറ്റ് അകത്തു കൊണ്ടുപോയി സൽക്കരിച്ചിരുത്തി. ഉദ്ധവരെ പുറത്തും ഉപചരിച്ച് ഉപവിഷ്ടനാക്കി. കുളിർമയുള്ള പരിമള തൈലം കൊണ്ട് ആ പങ്കജ നേർമുഖി പങ്കജലോചനന്റെ തങ്കപ്പൂ മൃദുമേനി ആസകലം പരിസേചനം ചെയ്തു. അനന്തരം സുരഭിലമായ സൂനങ്ങൾ കോർത്തിണക്കിയ ഒരു മാല കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കഴുത്തിൽ അണിയിച്ചു. പൊൻ താലവൃന്ദത്താൽ പരിവീജനം ചെയ്തു. അനന്തരം അദ്ദേഹത്തെ ഒരു രത്നപര്യങ്കത്തിലിരുത്തി ഒരു ദാസി എന്ന പോലെ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണവൾ നമസ്കരിച്ചു. വീണ്ടും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അംഗരാഗങ്ങളും പരിമള തൈലങ്ങളും അവൾ പൂശി. കൃഷ്ണൻ ആരാണെന്നറിയാതെ അദ്ദേഹത്തിൽ പ്രകാശിച്ചുകൊണ്ടിരുന്ന അലൗകിക സൗന്ദര്യ കാന്തി കണ്ട് ഭ്രമിച്ച് മദനലീലയാടുവാനുള്ള അഭിലാഷമായിരുന്നു ആ അഭിരാമരൂപിണിയുടെ അന്തരംഗത്തിൽ അപ്പോൾ തിളച്ചു മറിഞ്ഞുകൊണ്ടിരുന്നത്. ബാലനായ കൃഷ്ണനിൽ ഒരു കാമദേവനെ അവൾ കണ്ടു മോഹിച്ചുകൊണ്ടിരുന്നു. വിശ്വംഭരൻ അവളുടെ വിഭ്രമാവസ്ഥ മനസ്സിലാക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവളെ പിടിച്ച് തന്റെ സമീപത്തിരുത്തി മധുരമായി പറഞ്ഞു, ഭദ്രേ, നിന്റെ ആഗ്രഹം ഞാൻ അറിയുന്നു. നൈമിഷികമായ വിഷയസുഖത്തെ നീ ഇച്ഛിക്കുന്നു. പ്രായം തികയാത്ത ഒരു ബാലനായ ഞാൻ മുഗ്ധയും പ്രൗഢയുമായ നിന്നോടുകൂടി രതിലീല ആടുന്നത് ധർമ്മമാണോ? അത് സാധ്യമാണോ? നിനക്കിങ്ങനെ ഒരു വിചിത്ര ചേതോവികാരമുണ്ടാകുവാൻ കാരണം എന്താണ്? നിന്റെ ശരീര വക്രത മാറ്റിത്തന്ന എനിക്ക് നീ ഇങ്ങനെയാണോ പ്രതിഫലം നൽകാൻ തുടങ്ങുന്നത്? ഈ വിധം ഉര ചെയ്തുകൊണ്ട് ആ പരമാനന്ദമൂർത്തി പരിതപ്ത മാനസിയായി തീർന്ന ആ മടവാർമണിയുടെ പൂവുടലാകെ തന്റെ കരപല്ലവങ്ങളാൽ തടവി ആനന്ദിപ്പിച്ചു. അതോടുകൂടി അവളുടെ അകമലരിനെ മഥിച്ചുകൊണ്ടിരുന്ന മാൻമധിക ചിന്തകൾ മറഞ്ഞ് തൽസ്ഥാനത്ത് അവാജ്യമായ ഒരു ആനന്ദാനുഭൂതി ഉദയം ചെയ്ത് നിർവൃതിയുടെ രതിസുഖത്തിൽ അവളെ ലയിപ്പിച്ചു. പ്രഭു, അവിടുന്ന് ഒരു ദിവ്യനാണ്. കൃഷ്ണാവതാരമുണ്ടായെന്ന് അടിയൻ കേട്ടു. ആ അവതാര പുരുഷനാണ് നിന്തിരുവടിയെന്ന് അടിയൻ വിശ്വസിക്കുന്നു. അടിയനെ അനുഗ്രഹിക്കണം. അവിടുത്തെ കരസ്പർശത്താൽ അടിയൻ സംതൃപ്തയായി. അടിയന്റെ കരളിനെ കടിച്ചു കീർക്കൊണ്ടിരുന്ന കാമരാക്ഷസൻ മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. തത്വബോധമുണ്ടാവാൻ നിന്തിരുവടി അടിയനെ അനുഗ്രഹിക്കണം. ഇന്നു മുതൽ അടിയൻ കൃഷ്ണഭക്തയായ ഒരു യോഗിനിയാണ്, സൈരന്ധ്രിയല്ല എന്ന് കേണപേക്ഷിച്ചുകൊണ്ട് ആ പേശലാങ്കി കേശവ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. കാരുണ്യ സിന്ധുവായ കാർമേഘവർണ്ണൻ സന്തുഷ്ടനായി അവളുടെ ചിത്തമാലിന്യമകറ്റുവാൻ വേണ്ടി വീണ്ടും മധുരോക്തികൾ തൂകി ആ യോഷാമണിയുടെ ഹൃദയത്തിൽ ഭക്തി വർദ്ധിപ്പിച്ചു. അല്പം മുമ്പ് കണ്ട ഒരു കാമാതുര ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പരമവിശിഷ്ടയായ ഒരു ഭക്തയായി തീർന്നിരിക്കുന്നു. ഉദ്ധവർ ഇതെല്ലാം കണ്ടും കേട്ടും പുളകിതഗാത്രനായി ഭഗവാന്റെ മാഹാത്മ്യത്തെക്കുറിച്ചോർത്ത് കൈകൂപ്പി നിശ്ചലനായി ഇരുന്നുപോയി. ഭക്തിയാൽ തൻ്റെ ആഗ്രഹം സാധിച്ചെന്നുള്ള കൃതാർത്ഥതയോടെ കുബ്ജ ഭഗവത് പാദങ്ങളിൽ പിന്നെയും പിന്നെയും വീണ് നമസ്കരിച്ചു. ആ ഭക്തയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം കൊണ്ടും സ്പർശനം കൊണ്ടും രതിലീലയാടാതെ ഭക്തി സമഞ്ജസമായ രതിസുഖം ഭഗവാൻ അവൾക്ക് നൽകി. ഭോഗാസക്തി മൂലം നരകത്തിൽ പതിക്കാനിരുന്ന ആ പാപിഷ്ടയെ കരകയറ്റി സ്വർഗത്തിന്റെ പാതയിലേക്ക് സർഗാത്മകൻ ആനയിച്ചു. അവളുടെ ഭക്തിയെ ഉദ്ദീപിപ്പിക്കുന്നതിനു വേണ്ടി ഭക്തവത്സലൻ പിന്നീട് 1-2 അവസരങ്ങളിൽ കൂടി അവളുടെ ഗൃഹത്തിൽ പോയി സന്ദർശിച്ച് ഉപദേശങ്ങളും ദർശനഭാഗ്യവും നൽകി. ഭഗവത് സ്പർശനത്താൽ അവളിലുളവായ ആനന്ദപുളകം അത്ഭുതമെന്നേ പറയേണ്ടു അവളെ ഗർഭവതിയാക്കി തീർത്തു. അതിൻ്റെ ഫലമായി ഒരു പുത്രനും അവൾക്ക് ജാതനായി. അവൾ ആഗ്രഹിച്ചത് ഭഗവാന്റെ സാമീപ്യമാണ്, ഭഗവാനുമായുള്ള രതിസുഖമാണ്. അതിൻ്റെ അനന്തരഫലം സന്താന ലാഭവുമാണ്. അതവൾക്കുണ്ടായി. അവളുടെ കാമാഭിലാഷം അതിൻ്റെ പരമകാഷ്ഠയിലെത്തി ഗതിമുട്ടിയതിനു ശേഷമാണ് അവൾ ഭക്തയായി തീർന്നത്. അപ്പോഴും അവൾ സായുജ്യം അഭിലഷിച്ചില്ല.
അവൾ ഒരു നിത്യ കൃഷ്ണഭക്തയെ തന്നെ കഴിഞ്ഞുകൂടി. അവളിൽ ഉണ്ടായ പുത്രന്റെ പേര് ഉപശ്ലോകൻ എന്നായിരുന്നു. അവൻ സന്യാസം സ്വീകരിച്ച് നാരദ മഹർഷിയിൽ നിന്നും സംഖ്യയില്ലാതെ ശാസ്ത്രങ്ങൾ ഗ്രഹിച്ചതിനാൽ പിൽക്കാലത്ത് സാഖ്യയോഗാചാര്യൻ എന്ന നാമത്തിൽ അറിയപ്പെട്ടു. അടുത്തത് ജരാസന്ധ യുദ്ധമാണ്. കംസ പത്നിമാരായ അസ്ഥിയും പ്രാപ്തിയും മഗധാധിപനായ ജരാസന്ധന്റെ പുത്രിമാരാണ്. തൻ്റെ ജാമാതാവിനെ വസുദേവ കൃഷ്ണൻ എന്ന ഒരു യാദവ ബാലൻ നിഗ്രഹിച്ചു എന്ന് കേട്ടപ്പോൾ ആ അമിത ബലപരാക്രമിയായ മന്നുവിന് അത്ഭുതം തോന്നി. 10,000 ഗജവീരന്മാരുടെ ബലമുള്ളവനായിരുന്നു കംസൻ. അങ്ങനെയുള്ള ആ ശക്തനെ കേവലം ഒരു കുമാരൻ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയോ അശരീരി അർത്ഥവത്തായി ഫലിച്ചിരിക്കാം. എങ്കിലും വൈധവ്യം ഭവിച്ച നന്ദിനികളുടെ നേറുന്ന സന്താപങ്ങളും തോരാത്ത കണ്ണുനീരും കണ്ട് വൃദ്ധിത ഹൃദയനായി ഭവിച്ച പിതാവ് അതിന് തക്ക പ്രതികാരം ചെയ്യാൻ ഉറച്ചു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് തൻ്റെ പേരിനും പെരുമയ്ക്കും ഹാനികരമാണെന്നും ആ ഡാംഭികൻ ധരിച്ചു. കംസവധാനന്തരം മധുരാപുരി രാജ്യം ക്ഷേമ ഐശ്വര്യത്തോടെ ഉഗ്രസേനനാണ് ഭരിച്ചു വന്നിരുന്നത്. കംസനെ ഭയപ്പെട്ട് അന്യരാജ്യങ്ങളിൽ അഭയം തേടിയിരുന്ന സർവ്വ യാദവന്മാരും തിരിച്ചു വന്നു കഴിഞ്ഞിരുന്നു. ഒരേയൊരു ആക്രമണം കൊണ്ട് യദുവംശം മുഴുവനും മുടിച്ച് രാജ്യം പിടിച്ചടക്കി കംസപുത്രന്മാർക്ക് നൽകണമെന്നായിരുന്നു മഗധന്റെ മനോഗതം. അതനുസരിച്ച് യുദ്ധത്തിൽ തനിക്ക് സഹായത്തിനായി അന്നത്തെ പ്രബല രാജാക്കന്മാരായ സാല്വൻ, കലിംഗൻ, ചേദിപൻ, ദന്തവക്ത്രൻ, വിഡൂരഥൻ, ഉലൂകൻ, വേണുദാർശൻ, ശൈബ്യൻ, വിന്ദൻ, നരകൻ, വിരാടൻ, ബാൽഹികൻ, പൗണ്ഡ്രൻ, ബൃഹൽക്ഷത്രൻ, ശല്യൻ, യുധാചിത്ത്, ഭൂരിശ്രവസ്, രുക്മി, ദ്രുപദൻ, ത്രിഗർത്തൻ, ജയദ്രഥൻ, ശകുനി, സോമദത്തൻ മുതലായവരുമായി ജരാസന്ധൻ സഖ്യത്തിലേർപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾ സാധിച്ചപ്പോഴത്തേക്ക് വർഷങ്ങളും 2ഓളം കഴിഞ്ഞു. വമ്പിച്ച പടയുമായി കംസ ശ്വശൂരനായ മാഗധൻ എപ്പോഴെങ്കിലും മധുരയെ ആക്രമിക്കുമെന്നുള്ള വിശ്വാസം കൃഷ്ണനും ഉണ്ടായിരുന്നു. ഒരു ദിവസം ജരാസന്ധനും സഹായ സഖികളും അവരുടെ അസംഖ്യങ്ങളായ ചതുരംഗ സേനകളോടും കൂടി മധുരയെ അവരോധിച്ചു. 23 അക്ഷൗഹിണി പടകളാണ് ആ സേനാ സമൂഹത്തിലുണ്ടായിരുന്നത്. മധുരാപുരി കോട്ടയുടെ 4 വശവും മഹാസമുദ്രം പോലെ ശത്രുപട വളഞ്ഞു. അത് കണ്ട് യാദവന്മാർ പരിഭ്രാന്തരായി. കൃഷ്ണൻ അവരെ സമാധാനിപ്പിച്ചതിന് ശേഷം ആ വമ്പിച്ച ശത്രു സൈന്യങ്ങളുമായി നേരിടാൻ സന്നദ്ധനായി. 4 ഗോപുരദ്വാരങ്ങളിലും കൂടി പരിപന്ഥികൾ അകത്തേക്ക് തള്ളിക്കയറാൻ തുടങ്ങി. ഈ സമരം മൂലം അനവധി ദുഷ്ടന്മാർ ഈ ഭൂമുഖത്തു നിന്നും അന്തർധാനം ചെയ്യും. ദുഷ്ടനിഗ്രഹമാണ് എൻ്റെ അവതാരോദ്ദേശം. അതിനുവേണ്ടി എൻ്റെ വൈഭവം ഇവിടെ കാണിക്കേണ്ടിയിരിക്കുന്നു. ഈ വിധം ചിന്തിച്ചുകൊണ്ട് ഭഗവാൻ പശ്ചിമ ചക്രവാള സീമയിലേക്കൊന്ന് വീക്ഷിച്ചു. തത്സമയം വിശിഷ്ടമായ ഒരു തേര്, സുദർശന ചക്രം, കൗമോദകം, ഗദ, ശാർഗമെന്ന ചാപം, അസ്ത്രമൊടുങ്ങാത്ത ആവനാഴി തുടങ്ങിയ വൈഷ്ണവായുധങ്ങളും വിഹായസിൽ നിന്നും താനെ താഴെ വന്നു. സാരഥിയായ ദാരികനും പ്രത്യക്ഷപ്പെട്ടു. ആയുധസമേതനായി ആഴിമാതിൻ കാന്തൻ സ്യന്തനത്തിൽ ചാടിക്കയറി. സീരായുധവും ചാപബാണ ഗദകളും ധരിച്ച് ബലഭദ്രനും മറ്റൊരു തേരിൽ പ്രവേശിച്ചു. രണനിപുണനായ സാത്വികി, ഗദൻ, ഉദ്ധവർ, പ്രസേനൻ, കൃതവർമാവ്, അക്രൂരൻ തുടങ്ങിയവരുടെ യാദവ സൈന്യം 4 ഗോപുരങ്ങളിലും ധീരധീരം അരാധികളുമായി ചെറുത്തുനിന്നു. ഏകനായ ലോകനാഥൻ 4ആയി പിരിഞ്ഞു. 4 കൃഷ്ണന്മാരായി 4 ഗോപുരദ്വാരങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു. യുദ്ധം തുടർന്നു. ഒരു ഗോപുരത്തിൽ മാത്രമേ കൃഷ്ണനുള്ളൂ എന്ന് വിചാരിച്ച് മറ്റു ഗോപുരങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെയും കൃഷ്ണനെ കണ്ട ശത്രുക്കൾ അമ്പരന്നു. രാമകൃഷ്ണന്മാരുടെ ആയുധമേറ്റ് അസംഖ്യം ശത്രുഭടന്മാർ ശമനപുരം പ്രാപിച്ചു. പശ്ചിമ ഗോപുരദ്വാരത്തിൽ വെച്ച് ജരാസന്ധൻ ജനാർദ്ദനനുമായി നേരിട്ടു. എടാ ബാലപ്രായം മാറാത്ത കൃഷ്ണ, നിന്നോട് യുദ്ധം ചെയ്യാൻ എനിക്ക് നാണം തോന്നുന്നല്ലോ. നീയും ഞാനും ഒരു വിധത്തിലും ജോഡിയല്ല എന്ന് മാഗധൻ വിളിച്ചു പറഞ്ഞപ്പോൾ സീരായുധൻ മുമ്പോട്ടെടുത്തു. ബലരാമനും ജരാസന്ധനും തമ്മിൽ അതിഘോരമായ പോരാട്ടം നടക്കുന്നതിനിടയിൽ നീലമേഘവർണ്ണൻ 4 ഗോപുരങ്ങളിലും നിന്നടരാടി ആയിരക്കണക്കിന് അരാധികളെ കൊന്നൊടുക്കി അന്തപുരത്തിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. ജരാസന്ധനും സീരധ്വജനും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം
അപ്പോഴും നടന്നുകൊണ്ടിരുന്നു. രാമൻ മാഗധന്റെ ഗദയും രഥവും തകർത്തു. തൽക്ഷണം മറ്റൊരു തേരിൽ അവൻ ചാടിക്കയറി രൗഹിണേയന്റെ നേർക്ക് ഉഗ്രമായ ബാണപ്രയോഗം ആരംഭിച്ചു. ആ വിശിഖ സമൂഹത്തെ ആസകലം സംഹരിച്ചുകൊണ്ട് സംഘർഷണൻ ക്രുദ്ധനായി മുമ്പോട്ടെടുത്ത് സീരത്താൽ ജരാസന്ധന്റെ തേര് തല്ലിപ്പൊളിച്ച് അവനെ വലിച്ച് നിലത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിഴച്ചു. ക്ഷതങ്ങളേറ്റ് അവന്റെ ശരീരത്തിൽ നിന്നും അവിഛിന്നം ചോരയിടിച്ചുകൊണ്ടിരുന്നു. അവനെ നിലത്തിട്ട് ചവിട്ടി വധിക്കാനായി ബലഭദ്രൻ കാലുയർത്തിയപ്പോൾ കൃഷ്ണൻ ഓടിയടുത്തു വന്ന് തടുത്തു. ജ്യേഷ്ഠ, അവനെ കൊല്ലരുത്, അവൻ നമ്മാൽ വധ്യനല്ല, അവൻ പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു മാഗധനെ മോചിപ്പിച്ചു. ജരാസന്ധൻ നാണക്കേടോടുകൂടി എഴുന്നേറ്റ് പിന്തിരിഞ്ഞു നോക്കാതെ ആ രംഗത്തിൽ നിന്നും ഓടിയൊളിച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അവനെ വധിക്കരുതെന്ന് വിലക്കിയത് മറ്റൊന്നും കൊണ്ടല്ല, അവനെ വധിക്കാനുള്ളവൻ പാണ്ഡുപുത്രനായ ഭീമനാണ്. അതിനുള്ള സമയം വരുമ്പോൾ അത് സംഭവിച്ചുകൊള്ളും. ജരാസന്ധന്റെ സഖികളും സഹായികളുമായ വന്ന രാജാക്കന്മാരിൽ പലരും ആ ആയോധനത്തിൽ കൊല്ലപ്പെട്ടു. ശേഷിച്ചവർ കൃഷ്ണനുമായി സമരത്തിനൊരുമ്പെട്ടത് അബദ്ധമായി പോയി എന്നുള്ള ചിന്തയോടെ ബാക്കിയുള്ള പടസന്നാഹങ്ങളോടും കൂടി സ്വന്തം നാടുകളിലേക്ക് തിരിച്ചുപോയി. ആ യുദ്ധത്തിൽ മാഗധന് ഏറ്റവും സഹായികളായി നിന്നിരുന്നവർ വസുദേവ സഹോദരിമാരുടെ പുത്രന്മാരായ ശിശുപാലനും ദന്തഭക്തനുമായിരുന്നു. അവരുടെ മാതാക്കൾ പാണ്ഡവ മാതാവായ കുന്തിയുടെ അനുജത്തിമാരുമാണ്. അനവധികാലം കുന്തിദേവി സന്താനരഹിതയായി കാന്താരത്തിൽ പാണ്ഡവും ഒരുമിച്ച് ജീവിക്കേണ്ടി വന്നതുകൊണ്ട് അനുജത്തിമാരുടെ മക്കൾ കുന്തിയുടെ മക്കളായ പാണ്ഡവരെക്കാൾ പ്രായം കൂടിയവരായി തീർന്നു. പരാജിതനാണെങ്കിലും ജരാസന്ധൻ അടങ്ങിയില്ല. മഹാബലി പുത്രനും അസുര സാമ്രാട്ടുമായിരുന്ന ബാണനെ അവന്റെ രാജധാനിയായ ശോണിതപുരത്ത് ചെന്ന് കണ്ട് കൃഷ്ണനുമായുള്ള സമരത്തിൽ തന്നെ സഹായിക്കണമെന്ന് മാഗധൻ അഭ്യർത്ഥിച്ചു. കൃഷ്ണൻ ദേവപ്രിയനായതുകൊണ്ട് തന്റെ ശത്രുവെന്നുള്ള നിലയിൽ ജരാസന്ധനെ സഹായിക്കാമെന്ന് അസുരപ്രവരൻ സമ്മതിച്ചു. അതനുസരിച്ച് തന്റെ സേനാനായകന്മാരായ കുംഭാണ്ഡന്റെയും കൂപകർണന്റെയും നേതൃത്വത്തിൽ 1,00,000 പതാതികളോടുകൂടിയ ഒരു വലിയ അസുരപ്പടയെ ബലിസൂനു ജരാസന്ധന് സഹായമായി മാഗധത്തിലേക്ക് അയച്ചു കൊടുത്തു. ആ ദാനവ സേനയും ഒരുമിച്ച് ആദ്യത്തെ യുദ്ധം കഴിഞ്ഞ് 3 മാസത്തിന് ശേഷം ജരാസന്ധൻ വീണ്ടും പഴയതിനേക്കാൾ വിപുലമായ പടസന്നാഹങ്ങളോടും കൂടി മധുരാപുരി ആക്രമിച്ചു. ആ പോരാട്ടത്തിൽ കൃഷ്ണൻ തനിച്ച് അരാധികളുമായി അടരാടി അവരെ നിശേഷം തോൽപ്പിച്ചു. ഒട്ടനവധി ചത്തു കൃതാന്തപുരം പോകി. അപ്പോൾ യാദവ സേനാ നായകനായ സാത്വികിയുടെ പ്രചണ്ഡ പ്രഹരങ്ങളേറ്റ് ഉദ്ദണ്ഡന്മാരായ കുംഭാണ്ഡനും കൂപകർണനും ഓടി ഒളിച്ചു. ആ സമരത്തിലും മാഗധൻ അമ്പയെ പരാജയപ്പെട്ട് പലായനം ചെയ്തു. ബാക്കി നമുക്ക് നാളെ പറയാം.